വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര അനുമതി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയത്. വിശദമായ വിജ്ഞാപനം ഉടനിറങ്ങും. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സെയ്ഫ്, നേരത്തെ പലതവണ പാരിസ്ഥിതിക പ്രശ്നം കേന്ദ്രം ഉന്നയിച്ച പദ്ധതി കൂടിയാണിത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നോ? അമൃത, കേന്ദ്രം തത്വത്തിൽ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അമൃത സൂചിപ്പിച്ച പോലെ തന്നെ പലതവണ കേന്ദ്രം പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇതിന് അനുമതി നിഷേധിച്ചിരുന്നു. ഏതാണ്ട് 2000-ഓളം കോടി രൂപയാണ് തുരങ്കപാതയ്ക്ക് വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ കേന്ദ്രത്തിന് അനുമതി കിട്ടാത്തത് കൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ നിന്നത്. പക്ഷേ വയനാട് തുരങ്കപാതയ്ക്ക് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകുകയാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. വിശദമായ വിജ്ഞാപനം ഉടനെ പുറത്തിറങ്ങുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിന് ഇനി ടെൻഡർ നടപടിയുമായി മുന്നോട്ട് പോകാം എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയും മറ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അത് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം, സാങ്കേതികമായ ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിക്കുന്നു എന്നാണ് അമൃത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.